ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ദുരാചാരങ്ങൾ, മതത്തിൻ്റെ പേരിൽ ഒരുപാട് ദുരാചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ സുന്നത്ത് എന്ന് പറയുന്നത്. കാരണം വേറൊന്നുണ്ടല്ല, ഇപ്പോൾ കുട്ടികളെ അവരെ കൺസെൻ്റ് ഇല്ലാതെ എല്ലാവരെയും ചെയ്യിക്കുന്നൊരു സംഗതിയാണ് ഈ സുന്നത്ത്. അതിനൊരുപാട് ന്യായീകരണങ്ങൾ അവർ പറയുന്നുണ്ടാവും. പക്ഷേ ഒരു മൈനറായ വ്യക്തിയെ ചെയ്യിക്കുന്നത്, ഇന്നും വിശ്വാസത്തിൻ്റെ പേരിൽ ചെയ്യിക്കുന്നത് ഭയങ്കര ഒരു ദുരാചാരമായിട്ട് ഞാൻ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒരമ്മ ചോദിച്ചു, മോള് മൂത്രം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളം ഒഴിച്ച് കഴുകും, മോൻ മൂത്രം ഒഴിച്ച് കഴിയുമ്പോൾ വെള്ളം ഒഴിച്ച് കഴുകേണ്ട ആവശ്യകത ഉണ്ടോ എന്ന്. അപ്പം ഞാനും ഒന്ന് ഞെട്ടി, അതെന്താ അങ്ങനെ ചോദിച്ചത്. അപ്പം ഞാൻ വീണ്ടും ചോദിച്ചു, അമ്മ അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ആൺകുട്ടികൾക്കാകുമ്പോൾ പൊതുവായ സ്ഥലങ്ങളിലൊക്കെ നിന്ന് മൂത്രം ഒഴിക്കാമല്ലോ, അപ്പൊ അവർക്ക് ജസ്റ്റ് അങ്ങ് കഴുകി കുടഞ്ഞങ്ങ് പോകേണ്ട കാര്യമല്ലേ ഉള്ളൂ. പെൺകുട്ടികൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ പിന്നെ എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കേണ്ടതെന്ന്. അങ്ങനെയല്ല, ആൺ പെൺ വ്യത്യാസമില്ലാതെ മൂത്രം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. വെള്ളം ഒഴിച്ച് കഴുകാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലത്. യൂറിൻ ഒരു ഇറിറ്റന്റ് ആണ്. ചില സമയങ്ങളിൽ അങ്ങനെ അവിടെ ഈർപ്പം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു വെസ്റ്റേൺ കൾച്ചർ പോലെ വീടുകളിൽ ടോയ്ലറ്റ്സിൽ ടിഷ്യൂ പേപ്പറൊക്കെ അവൈലബിൾ ആകണമെന്നില്ല. വെള്ളം ഒഴിച്ച് കഴുകിയതിനു ശേഷം തുണി വെച്ച് ഒപ്പി ക്ലീൻ ചെയ്താലും മതിയാകും. നമ്മൾ ചില ആൺകുട്ടികളുടെ സ്കിൻ, അതായത് ആ അഗ്രചർമ്മം കുറച്ച് ടൈറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അത് ആസ് ഏജ് അഡ്വാൻസസ് ചിലപ്പോൾ തന്നെ അത് റെഡിയായി വരുന്നതാണ്. സർക്കംസിഷൻ ചെയ്തിട്ടുള്ള ആൾക്കാരാകുമ്പം അത് എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും. സർക്കംസിഷൻ ചെയ്തിട്ടുള്ള ആൾക്കാരാകുമ്പം അത് എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും.